ഞാൻ പാർലറിൽ പോകുന്നുണ്ട്. ചേച്ചിമ്മ വരുന്നില്ലേ? ഓ, ഞാനെങ്ങുമില്ല. കല്യാണമല്ലേ ചേച്ചിമ്മേ? കല്യാണം വരും പോവും, അതിനാ ഞാനെന്തിനാ ഒരുങ്ങുന്നേ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ചെക്കന്റെ ഒരേ ഒരു പെങ്ങളാ ചേച്ചിയമ്മ. സ്റ്റേജിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കേണ്ടത് ചേച്ചിയമ്മയാ. എല്ലാരും ചേച്ചിയമ്മയായിരിക്കും ശ്രദ്ധിക്കുന്നത്. എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാ. എന്താന്നറിയില്ല, കല്യാണം അടുത്തടുത്ത് വരുമ്പോഴേക്കും എനിക്ക് സന്തോഷം അകന്നകന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു എന്നൊരു തോന്നല്. അതൊക്കെ വെറുതെ തോന്നുന്നതാ. അങ്ങനല്ല ചന്ദ്രേ, എന്റെ മനസ്സെന്നെ ചതിക്കാറില്ല. എന്നൊക്കെ ഇതുപോലെ തോന്നിയിട്ടുണ്ടോ അന്നൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ അതുപോലെ എന്തെങ്കിലും സംഭവിക്കും. എന്താ ചേച്ചിയമ്മ ഉദ്ദേശിക്കുന്നത്? ഈ കല്യാണം നമ്മൾ എല്ലാരും വിചാരിച്ചതുപോലെ അത്ര എളുപ്പത്തിലൊന്നും നടക്കില്ല. കാരണം? കാരണമൊന്നും എനിക്കറിയില്ല, നടക്കില്ല. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. എന്ത് പ്രശ്നം? അതറിയാമെങ്കിൽ ഞാൻ പറയില്ലേ. വെറുതെ നെഗറ്റീവ് ഒന്നും ചിന്തിച്ചു കൂട്ടണ്ട. ദേവിക ചേച്ചി ഇഷ്ടമല്ലാത്തത് കൊണ്ടാ ഇങ്ങനെയൊക്കെ ഓരോന്ന് തോന്നുന്നു. കല്യാണം കഴിയുന്നതോടെ അതൊക്കെ മാറിക്കോളും. എനിക്ക് തോന്നുന്നില്ല. ഇത് ഇഷ്ടക്കേടിന്റെ മാത്രം പ്രശ്നമല്ല ചന്ദ്രേ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കല്യാണം ആവട്ടെ. ഞാൻ പറയുന്നതാണോ നടക്കുന്നതെന്ന് അപ്പം അറിയാലോ. ഞാനാണ് വധുവെന്ന് വിചാരിക്കേ. നീ ഇത് പലപ്പോഴായിട്ട് പറയുന്നുണ്ടല്ലോ. എന്റെ മനസ്സിലേ നീ തന്നെയാ വധു. പക്ഷെ അത് നടക്കണ്ടേ? വിചാരിച്ച നടക്കണം, അല്ലെങ്കിൽ നിരാശപ്പെടേണ്ടി വരും. ഞാനാണ് വധുവെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയി ചേച്ചിയമ്മ ഒരുങ്ങില്ലേ? പറയാനുണ്ടോ? ഞാൻ തകർക്കും. എന്നാ നമുക്ക് 2 പേർക്കും സ്ലോട്ട് ബുക്ക് ചെയ്യാം. അപ്പൊ വേറെ ഒന്നുമില്ല. നമ്മൾ പാർലറിൽ പോകുന്നു, ഒരുങ്ങുന്നു, കല്യാണം അടിച്ചു പൊളിക്കുന്നു. അതെന്റെ ഒരു ആഗ്രഹം. നിരഞ്ജന്റെ ജോലി കളയാൻ പറ്റിയ നന്നായി അല്ലേ കൈമളെ? ഇനി കുറച്ചു കാലത്തേക്ക് ഈ അടിയുടെ ചൂടുണ്ടാവും അവരുടെ കവളത്ത്. എനിക്ക് വേറെന്നാ മാഡം പറയാനുള്ളത്? ശത്രുവിന് തലപൊക്കാൻ സമ്മതിക്കരുത്. അടിയുടെ ചൂടെന്ന് മാഡം പറഞ്ഞല്ലോ, അത് മാറുന്നതിന് മുമ്പ് അടുത്തടി കൊടുത്തിരിക്കണം. അവർക്ക് ശ്വാസം വിടാൻ പോലും പറ്റരുത് മാഡം. ഒന്ന് തീരുമ്പോ മറ്റൊന്ന്. അടികൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടേയിരിക്കണം. ആയിക്കോട്ടെ, തന്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തേക്കാം. അവളെ ഒന്ന് വിരട്ടിയേക്കാം. അക്ഷരെ ഹലോ തങ്കച്ചിയാടി, എന്ത് പറയുന്നു നിന്റെ ഭർത്താവ്? കിടപ്പിലാണോ അതോ എണീറ്റിരിപ്പൊക്കെ ആയോ? ആ ജോലി പോയത് കൊണ്ടൊന്നും ഞങ്ങൾ തളർന്നു എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അത് പോയാ വേറൊന്ന്. നിങ്ങളെ പോലെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളല്ല എന്റെ ഹസ്ബൻഡ്. സർജൻ. എന്ത് സർജനാണെങ്കിലും അത്രയ്ക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവൾ ഇടപെട്ടപ്പോ ജോലി തെറിച്ചില്ലേ? ഇനിയും തെറിക്കും. അവൻ എവിടെയൊക്കെ ജോലിക്ക് കയറിയാലും അവിടെ നിന്നൊക്കെ അവനെ ഞാൻ ആട്ടിപ്പായിച്ചിരിക്കും. ഈ തങ്കച്ചിയെ നിനക്കൊന്നും ശരിക്കറിയില്ല. അഷ്ടിക്ക് വകയില്ലാത്തവന്റെ മടിക്കുത്തി പിടിച്ച് പലിശ വാങ്ങി തടിച്ചു ചേർക്കുന്ന നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഒന്ന് ഓർത്തോ തങ്കച്ചി, നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് നിങ്ങൾ അഹങ്കരിക്കുന്ന ആ 3 അക്ഷരം ഉണ്ടല്ലോ, സ്വാധീനം. അതെത്താത്ത ഇടങ്ങളും ഈ ഭൂമിയിലുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു സ്ഥലത്ത് പോയി പ്രാക്ടീസ് ചെയ്യും. തടയാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ശ്രമിക്ക്. നിലത്തിറങ്ങടി. തീർന്നിട്ടില്ല, ഇപ്പൊ ജോലി കളഞ്ഞു. 2-3 ദിവസത്തിനുള്ളിൽ ഒരു ബോംബ് കൂടി ഞാനങ്ങ് പൊട്ടിക്കും. അത് അതിജീവിക്കാനുള്ള ത്രാണി ഉണ്ടാവോ നിനക്കും നിന്റെ ഭർത്താവിനും?
എങ്കി അതെനിക്കൊന്ന് കാണണമല്ലോ. തങ്കച്ചി പണി തുടങ്ങിയിട്ടേ ഉള്ളൂ മോളെ. ഇപ്പൊ കാണിച്ചതൊക്കെ വെറും സാമ്പിളാ. വലുത് വരാൻ ഇരിപ്പുണ്ട്. കാത്തിരുന്നോ നീ? ഇതൊരുപാടുണ്ടല്ലോടാ. ഇത് എത്ര പവനാ മനോഹര? ഇതൊക്കെ എന്തിനാ അമ്മ അറിയുന്നേ? പിന്നെ ഞാൻ അറിയണ്ടേ? ആ അതൊക്കെ മരുമകൾ പറഞ്ഞു വന്നോളും സമയം പോലെ. കണക്ക് മുഴുവൻ മരുമോക്കറിയാം, എല്ലാം അറിയാം. മോളെ, മോക്ക് ഇഷ്ടമായോ? അച്ഛൻ വാങ്ങിയതല്ലേ, ഇഷ്ടായി. അതെ, പ്രതീക്ഷിച്ചതിലും കൂടുതൽ തരുന്നത് എന്തിനാണെന്ന് അറിയോ? കടമ തീർക്കുന്നതാ. ശല്യം ഒഴിവാക്കുന്നതാണെന്ന് പറയുന്നതല്ലേ മുത്തശ്ശി കുറച്ചുകൂടെ നല്ലത്? അങ്ങനെയാണെങ്കി അങ്ങനെ. വേറെ ആര് ചെയ്യൂടി ഇങ്ങനെ? നീ മനോഹരന്റെ മോളൊന്നും അല്ലല്ലോ, മരുമോളല്ലേ? മതി പണഞ്ഞത്. മോളെ, മോളിതൊക്കെ എടുത്ത് ഭദ്രമായിട്ട് അലമാരി കൊണ്ട് പൂട്ടിവെച്ചു. ബാധ ഉപദ്രവമുള്ള വീടാ. പലതും സംഭവിക്കും. അതെന്തിനാ മനോഹര നീ ശരത്തുമോന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്? ആരുടെയും മുഖത്ത് നോക്കി പറയണ്ടേ അമ്മേ? അങ്ങനെ നോക്കിയതാ. അച്ഛൻ ഇപ്പോഴും സംശയമുണ്ട് മുത്തശ്ശി, അന്നത്തെ തുണികത്തലിന് പിന്നിൽ ഞാനാണെന്ന്. ഇവന് ഭ്രാന്താ മോനെ. മോനെ ഒന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. മോനെ, ഈ കുടുംബത്തോടുള്ള സ്നേഹം എത്രയുണ്ടെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. അത് അവന് മനസ്സിലായില്ലെങ്കിൽ അത് അവന്റെ മാത്രം തെറ്റാ. ഡി പാർവതി, ഇതൊക്കെ വാങ്ങാനുള്ള കാശ് എവിടുന്ന് കിട്ടി? എനിക്കെങ്ങനെ അറിയാം? ഒന്നുമില്ലെന്നാ ഞാൻ ആദ്യം കരുതിയിരുന്നത്. അതങ്ങനെയല്ലെന്ന് കടയിൽ ചെന്നപ്പോഴല്ലേ മനസ്സിലായത്.